ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ശബരിമല സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധന സാമ്പിൾ ശേഖരണം 17-ന് ഉച്ചപൂജയ്ക്ക് ശേഷം സാമ്പിൾ ശേഖരിക്കും. ശബരിമല സ്വർണ്ണ കവർച്ച സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണം 17-ന് ഹൈക്കോടതി അനുമതി നൽകി. 17-ന് ഉച്ചപൂജയ്ക്ക് ശേഷം സാമ്പിൾ ശേഖരിക്കാം. തന്ത്രിയുടെ കൂടി നിലപാട് അറിഞ്ഞ ശേഷമാണ് തീരുമാനം. നേരത്തെ സാമ്പിൾ ശേഖരിക്കുവാൻ SIT അനുമതി തേടിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. 2019-2025ലെയും ദ്വാരപാലക പാളി, സ്തംഭപാളി എന്നിവ പരിശോധിക്കും. വിജയ് മല്യ 1998-ൽ സ്വർണം പൊതിഞ്ഞ സ്തംഭപാളികളുടെ ഭാഗവും പരിശോധിക്കും. ഇതിലൂടെ നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്താനാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശുവാൻ നൽകാത്ത പാളികളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളുടെ റിമാൻഡ് കാലാവധി നീട്ടി. ഈ മാസം 27 വരെയാണ് നീട്ടിയത്. മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരുടെ കസ്റ്റഡി കാലാവധിയാണ് നീട്ടിയത്. പത്തനംതിട്ട റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. ശബരിമല സ്വർണ്ണക്കൊള്ള പ്രതികളുടെ റിമാൻഡ് കാലാവധി ഈ മാസം 27 വരെ നീട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളുടെ റിമാൻഡ് കാലാവധി നീട്ടി. ഈ മാസം 27 വരെയാണ് നീട്ടിയത്. മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരുടെ കസ്റ്റഡി കാലാവധിയാണ് നീട്ടിയത്. പത്തനംതിട്ട റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീക്ക് തിരിച്ചടി. മുൻകൂർ ജാമ്യാപേക്ഷ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി തള്ളി. ദ്വാരപാലക പാളി കേസിൽ 4ാം പ്രതിയാണ് ജയശ്രീ. ബോർഡ് മുൻ സെക്രട്ടറി ആയ ജയശ്രീ മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ജയശ്രീയെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കും. പാളികൾ കൊടുത്തുവിടുവാനുള്ള ദേവസ്വം ബോർഡ് മിനിറ്റ്സിലാണ് തിരുത്തൽ വരുത്തിയത്. ചെമ്പു പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടണം എന്നായിരുന്നു ജയശ്രീ മിനിറ്റ്സിൽ എഴുതിയത്. അതിനിടെ സ്വർണ്ണക്കൊള്ളയിൽ 2019ലെ വിവാദ ഫയലുകൾ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി. N. വാസു ദേവസ്വം കമ്മീഷണർ ആയിരിക്കെ വാസുവിന്റെ ഓഫീസിലെ ശബരിമല സെക്ഷൻ ക്ലർക്കായിരുന്ന ശ്യാം പ്രകാശിനെയാണ് സ്ഥലം മാറ്റിയത്. SIR-നെതിരെ ഹർജി നൽകേണ്ടത് സുപ്രീംകോടതിയിൽ. സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സംസ്ഥാന സർക്കാർ ഹർജി നൽകേണ്ടത് സുപ്രീംകോടതിയിലെന്ന് ഹൈക്കോടതി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ SIR നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിലാണ് കോടതിയുടെ നിരീക്ഷണം. ഹർജിയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇന്ന് വിധി പറയും. തദ്ദേശ തെരഞ്ഞെടുപ്പും SIR-ഉം ഒരേ സമയത്താണ് നടക്കുന്നത്. ഇത് ഉദ്യോഗസ്ഥ ക്ഷാമത്തിനും ഭരണസ്തംഭനത്തിനും ഇടയാക്കും. ഇക്കാര്യം കാണിച്ച് ചീഫ് സെക്രട്ടറി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തയച്ചിട്ടും മറുപടി ലഭിച്ചില്ല. ഇതിന് പിന്നാലെയാണ് ഹൈക്കോടതി സമീപിച്ചത് എന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. SIR-ന് അടിയന്തര പ്രാധാന്യം ഇല്ലെന്ന് സർക്കാർ ഹർജിയിൽ പറയുന്നു. നടപടികൾ നീട്ടിവെക്കണം, എന്നാൽ പരോക്ഷമായി SIR തടസ്സപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിച്ചു. നടപടികൾ 55% പൂർത്തിയായി. ഈ ഘട്ടത്തിൽ നിർത്തിവെക്കുന്നത് പ്രായോഗികമല്ല. രാഹുൽ അതുവഴി പോയപ്പോൾ ഓഫീസിൽ കയറിയതാണ്. അദ്ദേഹത്തെ ആരും വിളിച്ചിട്ടില്ല. പാലക്കാട് DCC പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആരും വിളിച്ചിട്ടില്ലെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. കണ്ണാടിയിൽ യോഗം ചേർന്നിട്ടില്ല എന്നാണ് അറിവ്. ഔദ്യോഗികമായി യോഗമുണ്ടായിരുന്നില്ല. അതുവഴി പോയപ്പോൾ രാഹുൽ ഓഫീസിൽ കയറിയതാണ്. പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങൾക്കാണ് രാഹുൽ പോയത്. രാഹുലിനെ ആരും വിളിച്ചിട്ടില്ല. രാഹുൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങുന്ന കാര്യത്തിൽ KPCC മറുപടി പറയുമെന്നും A. തങ്കപ്പൻ വ്യക്തമാക്കി. പാലക്കാട് കണ്ണാടിയിൽ നടന്ന കോൺഗ്രസ് യോഗത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പങ്കെടുത്തത്. കാഴ്ചപ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ യോഗത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത്. ലൈംഗിക ആരോപണത്തെ തുടർന്ന് സസ്പെൻഷനിലിരിക്കെയാണ് രാഹുൽ യോഗത്തിൽ പങ്കെടുത്തത്. CPIM BJP ഡീൽ ആരോപണം. ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകനെ പുറത്താക്കി CPIM. തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ CPIM BJP ഡീൽ ആരോപണമുയർത്തിയ ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകനെ പുറത്താക്കി. പരസ്യ പ്രതികരണത്തിന് പിന്നാലെയാണ് നടപടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPIM-നെ വെട്ടിലാക്കിയാണ് പാർട്ടി അംഗങ്ങൾ തന്നെ രംഗത്ത് വന്നത്. ജയസാധ്യത കുറഞ്ഞ സ്ഥാനാർത്ഥികളെ നിർത്തി കോർപ്പറേഷനിൽ BJPക്ക് വോട്ട് മറിക്കാൻ ധാരണ എന്നായിരുന്നു ആനി അശോകന്റെ വെളിപ്പെടുത്തൽ. പ്രത്യുപകാരമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കടകംപള്ളിക്ക് വോട്ട് നൽകുമെന്നും ആനി അശോകൻ
മാധ്യമങ്ങളോട് പറഞ്ഞു. കഴക്കൂട്ടം എംഎൽഎയും മുൻ മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രനാണ് കരുനീക്കങ്ങൾക്ക് പിന്നിലെന്നും ആരോപിച്ചു. അതേസമയം ജയിക്കുവാൻ ഒരു ഡീലിന്റെയും ഭാഗമായിട്ടില്ലെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ജനങ്ങളോടാണ് ഡീലെന്നും ചെമ്പഴന്തിയിൽ സ്ഥാനാർത്ഥിയെ നിർണയിച്ചതിൽ തനിക്ക് റോളില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമാന ആരോപണം കടകംപള്ളിക്കെതിരെ ഉന്നയിച്ചാണ് ലോക്കൽ കമ്മിറ്റി അംഗം ശ്രീകണ്ഠൻ ഉള്ളൂരിൽ വിമത സ്ഥാനാർത്ഥിയാകുവാൻ ഒരുങ്ങുന്നത്. വാഴൂട്ടുകോണം വാർഡിൽ തഴഞ്ഞതോടെ പാർട്ടിക്കെതിരെ ലോക്കൽ കമ്മിറ്റി അംഗം കെ.വി. മോഹനനും രംഗത്ത് വന്നു. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ചെങ്കോട്ടയിലുണ്ടായത് സുരക്ഷാ വീഴ്ച. ധാർമ്മികത ഏറ്റെടുത്ത അമിത്ഷാ രാജിവെക്കണം. മുംബൈ ആക്രമണം നടന്നപ്പോൾ ആഭ്യന്തരമന്ത്രി രാജിവെച്ചു. കെ.സി. വേണുഗോപാൽ. ചെങ്കോട്ടയിലുണ്ടായത് സുരക്ഷാ വീഴ്ച. ധാർമ്മികത ഏറ്റെടുത്ത് അമിത്ഷാ രാജിവെക്കണമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ MP. മുംബൈ ആക്രമണം നടന്നപ്പോൾ ആഭ്യന്തരമന്ത്രി രാജിവെച്ചു. രാജ്യസുരക്ഷയിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടുവെന്നും കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കി. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു കെ.സി. ദേശീയപാത നിർമ്മാണത്തിൽ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എങ്ങനെയെങ്കിലും പറഞ്ഞ ദിവസത്തിനകം പൂർത്തിയാക്കണം. സർക്കാരിന് അതാണ് ലക്ഷ്യം. സർവീസ് റോഡ് നന്നാക്കുവാൻ PWD തയ്യാറായില്ല. നിതിൻ ഗഡ്കരിയുമായി സംസാരിച്ചു. ഗഡ്കരി ക്ഷമ ചോദിച്ചു. ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് അയക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ആലപ്പുഴ അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണത്തിനിടെയുണ്ടായ അപകടത്തെപ്പറ്റി അറിയിച്ചു. മരിച്ച രാജേഷിന്റെ കുടുംബത്തിന് തക്കതായ നഷ്ടപരിഹാരം നൽകണമെന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടു. സർവീസ് റോഡ് നന്നാക്കുവാൻ 8 കോടി കേന്ദ്രം കൊടുത്തു. കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ. പുറത്താക്കുന്നതുവരെ കോൺഗ്രസ് ഓഫീസുകളിൽ കയറുമെന്ന് MLA. പാലക്കാട് കണ്ണാടിയിൽ കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. കാഴ്ചപ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ യോഗത്തിലാണ് രാഹുൽ പങ്കെടുത്തത്. ലൈംഗിക ആരോപണത്തെ തുടർന്ന് സസ്പെൻഷനിലിരിക്കെയാണ് രാഹുൽ യോഗത്തിൽ പങ്കെടുത്തത്. കണ്ണാടി മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് കണ്ണാടി ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുത്തു. യോഗത്തിലല്ല പങ്കെടുത്തതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. രാഷ്ട്രീയം ചർച്ച ചെയ്തു. പാർട്ടി നേതാക്കൾക്കൊപ്പം ഇരിക്കലും കൂടിയാലോചനകളും തന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാറുണ്ട്. പുറത്താക്കുന്നതുവരെ ഔദ്യോഗിക ഓഫീസുകളിലും കയറും. സസ്പെൻഷനിലാണെങ്കിലും ചുമതലകളില്ലെങ്കിലും UDF സ്ഥാനാർത്ഥികൾക്കായി പ്രവർത്തിക്കും. പുറത്താക്കുന്നതുവരെ കോൺഗ്രസ് ഔദ്യോഗിക ഓഫീസുകളിൽ കയറുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം നേതാക്കളായ പ്രസാദ്, ശെൽവൻ, വിനേഷ്, കരുണാകരൻ തുടങ്ങിയവർ രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.